സുന്ദര കാശ്മീരിൻ അങ്കണത്തിൽ ഒരു കുങ്കുമപ്പൂ വിരിഞ്ഞാൽ കന്യാകുമാരി കടൽത്തിര സ്വാഗത മംഗളം പാടണം. ഇതൊക്കെയാ ഞങ്ങൾ കോൺഗ്രസിൽ നിന്ന് പഠിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാ. ഇവനൊക്കെ പഠിപ്പിച്ചത് വേറെയാ, കുത്തിത്തിരിപ്പിന്റെ പണി. കണ്ണൂർ സിംഹം എന്നാ ഇവന്മാർ പറയുന്നത് സുധാകരനെ പറ്റി. എടാ, അത് ഇന്ത്യയുടെ സിംഹമാ. ഇവൻ എന്തിനാ കണ്ണൂരിൽ കൊണ്ട് പുള്ളി ഒതുക്കുന്നേ? അത് ഇന്ത്യയുടെ സിംഹമാ. ഇവന്മാർ എന്തിനാ ഈ സുധാകരനെ ഇത്ര ഇടിച്ചു നടത്തുന്നേ? പൊളിറ്റിക്കൽ ഗർഭപാത്രത്തിൽ വെച്ച് ചുറുചുറുക്കുള്ള ഒരു ചോരക്കുഞ്ഞിനെ നശിപ്പിച്ചവൻ സതീശന. അതാണ് യഥാർത്ഥ ഗർഭചിത്രം. ഈ കേരളത്തിന്റെ ഗർഭചിത്രം അതാ. ഗർഭചിത്രം നടത്തിയത് സതീശൻ. മിഷൻ 250യുടെ 139-ാം ദിനമായി ഇന്ന് ഒരു യഥാർത്ഥ കോൺഗ്രസുകാരന്റെ പ്രതികരണം കേൾക്കുക. ഞാൻ ജോളി ചമ്പക്കുളം. ഒത്തിരി കാലമായിട്ട് ഞാനിങ്ങനെ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. എല്ലാം കേട്ടോണ്ടിരിക്കുക. ഈ കൊമ്പനാനെ വിഴുങ്ങിയാൽ ഏമ്പക്കം വിടാത്ത പാർട്ടികളാണ് നമ്മുടെ ഇടയിലുള്ളത്. അത് നല്ലൊരു ഉപമയാണല്ലോ. അതായത് ചക്കരക്കുടത്തില് കൈയിട്ടാ നക്കാത്തവരില്ല, നക്കിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ തീരുവോളം നക്കുന്ന പണിയാ നടന്നുകൊണ്ടിരിക്കും. വിശ്വാമിത്രന്റെ തപസ് പോലും ഇളക്കിയതാ സ്ത്രീവർഗം. പിന്നെ നമ്മുടെ ഒരു ചെറുക്കനെ, അവന്റെ കൊച്ചു പ്രായം, അങ്ങോട്ട് ചെന്ന് അവനെ ഉണർത്തിയാലേ പിന്നെ കുത്തുമേടിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യം വല്ലതുണ്ട്? യുവന്മാരെല്ലാം പോയി എല്ലായിടത്തും കുത്തിയ പര്യന്മാരായ ഇതിനെ ഇട്ട് ഒതുക്കിക്കൊണ്ടിരിക്കും. സ്ത്രീവർഗത്തെ പറ്റി പറയാൻ എനിക്ക് വിഷമോ. സ്ത്രീകളെ മാനിക്കുന്ന ഒരു മനുഷ്യനായ, സ്ത്രീകളുടെ അടക്കം ഒതുക്കം എന്ന് പറയുന്ന ഒരു സംഭവം പണ്ട് കാലം മുതൽ വെച്ചിരിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഉണ്ടാകുന്ന സന്തതികളും കുടുംബവും മര്യാദക്ക് ജീവിക്കാൻ വേണ്ടി. അതാണ് അതിന്റെ തത്വം. അല്ലാതെ സ്ത്രീയെ ആരും അടിച്ചമർത്തുന്നില്ല. ഇവിടെ ഒരു സ്ത്രീയും അടിച്ചമർത്തപ്പെടുന്നില്ല. ഒരു പുരുഷനും അവരുടെ മണ്ടയ്ക്ക് കയറുന്നുമില്ല. വാസ്തവമാണ്. പക്ഷെ മര്യാദ വേണം. നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കുടുംബത്തിൽ നിന്ന്, നല്ല കുടുംബത്തിൽ നിന്നാണ് നല്ല വ്യക്തികളുണ്ടാകുന്നത്. അതുണ്ടാകുന്നത് സ്ത്രീകളിൽ നിന്നാണ്. ഭൂമിയോളം സഹിക്കുക എന്ന് പറഞ്ഞ് സ്ത്രീക്ക് കൊടുത്തിരിക്കുന്നത് അവരെ അടിച്ചമർത്താനല്ല. അവരുടെ സഹനമെന്ന് പറയുന്നത് എന്നിലുണ്ടാകുന്ന മക്കള് വേറെങ്ങും പോയി വേറൊരിടത്ത് ഉപദ്രവം ഉണ്ടാകരുത്. അതാണ് അതിന്റെ തത്വം. ഇപ്പൊ കാണുന്ന തന്നെ ഫെമിനിസ്റ്റ്, മറ്റേ ഇഷ്ടം, മറിച്ച ഇഷ്ടം എന്നും പറഞ്ഞ് ചുമ്മാതെ വാരിക്കോരി അപരാധം പറഞ്ഞു നടക്കുക. അതല്ലേ ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. നാട്ടുകാർ വല്ലതും കേൾക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഭരണത്തിലിരിക്കുന്നവർ ജനങ്ങളുടെ കാര്യങ്ങളാണ് നോക്കേണ്ടത്. അതിന് പകരം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയങ്ങളെ വ്യതിചലിപ്പിച്ച് കുത്തിക്കലക്കി കുളം കലക്കി മീൻ പിടിക്കുന്ന പണിയാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്തൊക്കെ ബലിയാടാകുന്നത് എന്നെയും സാറിനെ പോലുള്ളവരോ. ഇതിനെ പറ്റി നമ്മൾ എത്രയോ, നിങ്ങൾ എന്തുമാത്രം ത്യാഗം സഹിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും പ്രയോജനം നിങ്ങൾക്കുണ്ടോ? 16 കേസ് നിങ്ങളെ നോട്ട വിടുക, നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, നിങ്ങളുടെ സുരക്ഷിതത്വം പോലും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് പോലും മിണ്ടാൻ പറ്റത്തില്ല. തട്ട് കിട്ടുന്ന എവിടുന്നാന്ന് അറിയാൻ പറ്റത്തില്ല. അത്ര പേടിച്ച് ജീവിക്കേണ്ട ഒരു ജനാധിപത്യം എന്ന് പറയുന്നത് സ്വേച്ഛാധിപത്യമായിട്ട് മാറിയിരിക്കുക. ഞാൻ പറയുന്നത് ഇവിടെ നമ്മുടെ നാടും വീടും കൂടും എല്ലാം വിട്ട് പോയി കിടക്കുന്ന പട്ടാളക്കാരുണ്ട് നമ്മുടെ നാട്ടില്. അവരനുഭവിക്കുന്ന ത്യാഗം എത്രയാ. അവരുടെ കാലാവസ്ഥ, ഹൈ ആൾട്ടിറ്റ്യൂഡ് എഫക്റ്റിൽ പോലും ഓക്സിജൻ ഇല്ലാത്ത സ്ഥലത്ത് പോലും പോയി ജീവിക്കുന്നവരവര്. അവർ ഈ നാടിന് വേണ്ടി ചെയ്യുന്ന ത്യാഗം, അവര് വലയം തീർക്കുന്നതുകൊണ്ട് ഈ കൊടിയെല്ലാം ഇവിടെ ഉയർന്നു നിൽക്കുന്നത്. ഈ കൊടിയെല്ലാം ഇവിടെ ഉയർന്നു നിൽക്കുന്നത് ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതോ ആയ കൊടികൾ മുഴുവൻ ഇവിടെ ഉയർന്നു നിൽക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ ജനിപ്പിച്ചു വിട്ട് മക്കള് അതിർത്തിയിലും അവിടെ ഇവിടെയും വളരെ പ്രതികൂലമായ കാലാവസ്ഥയിൽ, ഓക്സിജൻ ഇല്ലാത്ത കാലാവസ്ഥയിൽ പോലും പോയി ജോലി ചെയ്യുന്ന നമ്മുടെ പട്ടാളക്കാരുടെ മാന്യത കൊണ്ട് മാത്രമാണ് ഈ രാജ്യം പിടിച്ചു നിൽക്കുന്നത്. അല്ല ഈ രാഷ്ട്രീയക്കാരുടെ ഗുണം കൊണ്ടല്ല. ഇവന്മാരെ ആരെയും നമ്മൾ മാനിക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയക്കാർ ഇവിടുത്തെ ഏറ്റവും വലിയ പുള്ളികൾ, ബാക്കിയുള്ളവരെല്ലാം അടിമകൾ. ബാക്കിയുള്ളവരെല്ലാം അടിമകളാണ്. ഇവനെയൊക്കെ തൊഴുത് വേണം നമുക്ക് ജീവിക്കാൻ. ഇതാണോ ജനാധിപത്യം? എത്രയോ ആളുകൾ രാഹുലിന് വേണ്ടി എത്രയോ ആകുലതകളാ പറയുന്നത്. രോഗശയ്യയെ കിടക്കുന്നവർ പോലും സംസാരിക്കാൻ പഞ്ചേന്ദ്രിയങ്ങൾ തകർന്നു പോയവർ പോലും രാഹുലിന് വേണ്ടി വാദിക്കുക. ദൈവത്തിന്റെ വിളിയാ അതൊക്കെ. ആ കൊച്ചൻ ഈ നാടിന് വേണ്ടി ദൈവം സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവന്റെ ഭാഗത്തു നിന്ന് ചെറിയൊരു കുഴപ്പം പറ്റി എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിന്റെ പ്രത്യേകത, എല്ലാവരിലും ഉണ്ടാകുന്ന പ്രത്യേകതകളാ. അതിനെ ഇത്രയും ഒറ്റയ്ക്ക് അവനെ എല്ലാവരും കൂടെ വരിഞ്ഞ് മുറുക്കി അവനെ അങ്ങ് തകർക്കാൻ നോക്കുക. ഇതിനിട്ടുകൊടുത്തത് ആരാ? എറിഞ്ഞു കൊടുത്തവൻ ആരാ? അവനായി ഇന്ന് കൊടിയും പിടിച്ചുകൊണ്ട് മറ്റേ യാത്ര നടത്തുന്നത്. അവന്റെ കീഴിലായി ഈ സംഭവം മുഴുവൻ കിടക്കുന്നത്. മനസ്സിലായില്ലേ? ഇവനെ എന്തിനു പേടിക്കണം? അവനെയാണ് ആദ്യം വലിച്ചെറിയേണ്ടത്. ഈ വി.ഡി. സതീശൻ എന്ന് പറയുന്ന വി.ഡി. സതീശനുണ്ട് വ്യക്തിപരമായ വിരോധമില്ല. വി.ഡി. സതീശൻ ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് ചെയ്യുന്ന തെമ്മാടിത്തത്തോണ്ട് എനിക്ക് പ്രതികരണം. വി.ഡി. സതീശൻ ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി,
അവൻ സ്ഥാനത്തിരിക്കാനും പറ്റത്തില്ല, അസ്ഥാനത്തിരിക്കാനും പറ്റത്തില്ല. ഈ ഭൂമിക്ക് ഭാരം. AICC ആരെ മാനിക്കണം? AICC ഇവന്റെ കീഴിലാണ്. ഇവൻ ഏതെങ്കിലും തരത്തിലുള്ള അവിഹിതവോ വിഹിതവോ ആയ ഉടായ്പിലൂടെ അവരെ തളച്ച് അവന്റെ കാൽക്ക് വെച്ചിരിക്കുക. അങ്ങനെ അവരാരും ഇവന്റെ കാൽക്ക് വരാനുള്ളവരല്ല. എത്രയോ ആളുകൾ വിളിച്ചു പറയുന്നു, രോഗശയ്യയെ കിടക്കുന്ന ആളുകൾ പോലും ഇന്ന് സാറിനെ വിളിക്കുന്നു, അവരുടെ രോദനങ്ങൾ പറയുന്നു. എന്തിനാ? ഈ നാടിന് വേണ്ടി കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നല്ല മൂല്യങ്ങളെ അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കും നമുക്കും നമ്മുടെ തലമുറകൾക്കും. ഈ സെക്യുലറിസം നിലനിന്ന് പോകണം. ഇവരാരും തന്നിട്ടൊന്നുമല്ല നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ അധ്വാനിച്ച് ജീവിക്കുന്നവരാ. ഇവന്റെ ഒന്നും ഒരു കോപ്പും വേണ്ട. ഇവിടെ മര്യാദയ്ക്ക് നേരം വെളുക്കുന്നിടം വരെ നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങുന്നതിന്റെ തല അവിടെ കാണണം. അതാണ് ഒരു രാഷ്ട്രം ചെയ്യേണ്ട, ഒരു ഭരണകർത്താവ് ചെയ്യേണ്ട, അല്ല വേറെ ഒന്നും ആർക്കും കൊടുക്കണ്ട. ഞാൻ വിശ്വസിക്കുന്ന അതാ. ഇവരാരും തന്നിട്ടൊന്നും നമുക്കൊന്നും വേണ്ട. പക്ഷേ ഒരു പൗരനെ നമ്മുടെ കയ്യും കാലും മര്യാദയ്ക്ക് വീശി നടക്കാനുള്ളൊരു സാധനം വേറൊരാളുടെ ദേഹത്തുള്ളൊരു ജീവിക്കാനുള്ള ചുറ്റുപാടാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. ഇവിടെ കൊച്ചുങ്ങളെ വളർത്തത്തില്ല, കൊച്ചുങ്ങളെ നശിപ്പിക്കുക. ഇവിടെ കൊച്ചുമക്കളുടെ കാലശേഷം എന്നെ ആരന്വേഷിക്കും എന്ന ചിന്തയോടെ ജീവിക്കുന്ന പിശാചുക്കളാണ് ഇവിടെ നിൽക്കുന്നത്. ഇവനൊന്നും ചാക്കാലയില്ല. മരിച്ചിടും ജനിച്ച മർത്യരൊക്കെയും വിതർക്കം ഇങ്ങൊരുത്തരും പറഞ്ഞിടാത്ത സത്യമാണതെങ്കിലും മരിച്ചതിന്റെ പിൻപ് മറ്റൊരു അന്തമറ്റ ജീവിതം വരിച്ചിടുന്നതാണ് മർത്തിനുള്ള മേന്മയോർക്ക നീ. ചിരിച്ചിടേണ്ട ഹസിച്ചിടേണ്ട പോഷി എന്നുരച്ചുമാ, ഹസിച്ചിടേണ്ട സംശയിച്ചിടേണ്ട നീ. ഒരിക്കൽ ഈ പറഞ്ഞ സത്യമൊക്കെയും നിന്റെ ദൃഷ്ടിയിൽ ശരിക്ക് വന്ന് തട്ടുമെന്ന് വിശ്വസിക്കുക പൂർണ്ണമായി. പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾക്ക് ഒടുക്കമെന്ന് സംഭവിച്ചു കേട്ട് കേൾവിയില്ലയോ? പഠിച്ച വിദ്യ ഒന്നുമേ ഫലപ്പെടാതെ ദേഹിയെ വെടിഞ്ഞു പഞ്ചഭൂതമായി പിരിഞ്ഞു പോയി ജനക്രമയാൽ. ആകയാൽ കരത്തിലുള്ളതൊക്കെയും അതിർത്തിയിൽ നാം ത്യജിക്കണം. ഈ സത്യസന്ധമായ വചനങ്ങൾ എല്ലാവരും പഠിപ്പിച്ചിട്ടില്ലേ? ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്ത പിശാചുക്കളാ പ്രസ്ഥാനത്തിന്റെ വക്താക്കളായിട്ട് വന്നിരിക്കുന്നത്. ഇതെങ്ങനെ സഹിക്കാൻ പറ്റും നമുക്ക്? നമ്മുടെ തലമുറകളെ നശിപ്പിക്കുകയല്ലേ? സുന്ദര കാശ്മീരിൻ അങ്കണത്തിൽ ഒരു കുങ്കുമപ്പൂ വിരിഞ്ഞാൽ കന്യാകുമാരി കടൽത്തിര സ്വാഗത മംഗളം പാടണം. ഇതൊക്കെയാ ഞങ്ങൾ കോൺഗ്രസിൽ നിന്ന് പഠിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാ. ഇവനൊക്കെ പഠിപ്പിച്ചത് വേറെയാ, കുത്തിത്തിരിപ്പിന്റെ പണി. ഇത് അപകടമാണ്, ഇത് അങ്ങേയറ്റ അപകടമാണ്. ഇവിടെ എല്ലാവരും സാറിനെ വിളിച്ചു പറയുന്നു, എന്റെ പൊന്നു സാറേ രാഹുലിനെ വിളിച്ചു പറ, മറ്റവരെ വിളിച്ചു പറ. ഈ രാഹുലൊക്കെ ഇതിന് അടിമയാ. രാഹുലിന് എങ്ങനെ ജീവിക്കണമെന്ന് അവന് പോലും അറിയത്തില്ല. ഇവന്റെ കാൽക്കല ഏതെങ്കിലും വിധത്തിൽ അവനെ എല്ലാം കെട്ടി ഇവന്റെ കാൽക്ക വെച്ചിരിക്കുക. അവരെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യേണ്ടത് ഇവിടുത്തെ ജനങ്ങളാണ്. കൃത്യമായിട്ടും ജനാധിപത്യത്തിന്റെ സൗന്ദര്യം നമുക്കും നമ്മുടെ തലമുറകൾക്കും ആസ്വദിക്കണമെങ്കിൽ വോട്ടവകാശം കൃത്യമായി വിനിയോഗിക്കാൻ ജനങ്ങൾ തയ്യാറാകണം. ജനങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തെമ്മാടികളെ ഒറ്റപ്പെടുത്തണം. ഇവന്മാർക്ക് വോട്ട് ചെയ്യരുതേ. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ, ഇന്ത്യയുടെ ഭരണഘടനയുടെ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള ഈ വഞ്ചകന്മാരെ ഒറ്റപ്പെടുത്താനുള്ള തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടാകത്തിടത്തോളം കാലം നമ്മുടെ നാടും നമ്മുടെ തലമുറകളും രക്ഷപ്പെടാൻ പോകുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള നമ്മുടെ മുറവിളികളൊക്കെ വ്യർത്ഥമാ, അത് സഫലമാകത്തില്ല. ജനങ്ങൾ തീരുമാനിക്കണം. ബർണാഷയുടെ നാടകത്തിൽ ഒരു ഡയലോഗ് ഉണ്ട്, ഓൾ വോട്ടേഴ്സ് ആർ ഫൂൾസ് ആൻഡ് റൂളേഴ്സ് ആർ റാസ്കൽസ്. ഇപ്പൊ ഇൻക്ലൂഡിങ് ഞാൻ പറയുന്നത് ഒപ്പോസിഷൻ പാർട്ടീസ് ആർ റാസ്കൽസ്. അതുകൊണ്ട് ഇവരെ എല്ലാം റാസ്കലായി കണ്ടുകൊണ്ട് ജനങ്ങൾ ബുദ്ധിമാന്മാരാകണം. അവരുടെ വോട്ട് കൃത്യമായിട്ട് ചെയ്യേണ്ടതേ ചെയ്യാവുള്ളൂ. ഇതാ എനിക്ക് പറയാനുള്ളത്. അല്ലാതെ കണ്ട് നമ്മൾ അലച്ചിട്ട് യാതൊരു കാര്യമില്ല. കെ സുധാകരൻ എന്ന് പറയുന്നവൻ ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ വിഷ്വൽസിലൂടെ കണ്ടിട്ടുള്ളൂ. ഞാൻ ചമ്പക്കുളത്തുകാരനാ, പുള്ളി കണ്ണൂരുകാരനാ. കണ്ണൂർ സിംഹം എന്നാ ഇവന്മാർ പറയുന്നത് സുധാകരനെ പറ്റി. എടാ അത് ഇന്ത്യയുടെ സിംഹമാ. ഇവൻ എന്തിനാ കണ്ണൂരിൽ കൊണ്ട് പുള്ളിയെ ഒതുക്കുന്നേ? അത് ഇന്ത്യയുടെ സിംഹമാ. ഇവന്മാർ എന്തിനാ ഈ സുധാകരനെ ഇത്ര ഇടിച്ചു വളർത്തുന്നേ? 80 വയസ്സോളമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ 40 വയസ്സേ പുള്ളിക്കുള്ളൂ ഇപ്പോഴും. അറിയാവോ? കർമ്മത്തിലെ തന്നയ്ക്ക് പറഞ്ഞവൻ കോൺഗ്രസിന്റെ നെടുന്തൂണ് അവനെ ഇടിച്ചു താഴ്ത്തിട്ട് സതീശൻ എന്ന് പറയുന്ന തൂപ്പുകാരൻ എന്തിനു കയറി വരുന്നു? ഇവനെ ആരും ഒക്കിക്കൊണ്ടുവരുന്നു? രമേശ് ചെന്നിത്തലയെ പോലും ഞങ്ങൾ കണ്ടിരുന്നത് 90 കാലഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചുറുചുറുക്കോടെയാ. ഇവനെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നത് ഞങ്ങളൊക്കെയാ. അന്ന് ഞങ്ങൾ ഇവനെയൊക്കെ തള്ളി താഴെ ഇട്ടിരുന്നെങ്കിൽ ഈ രമേശ് ഒന്നും കാണത്തില്ല. അറിയോ?
ഈ രമേശനോ സതീശനോ ഈ പറയുന്ന ഒരവനും കാണത്തില്ല. KC വേണുഗോപാലോ കാണത്തില്ല. ഇവനെയൊക്കെ വളർത്തിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങളാ അവരുടെ ചുരുക്ക് കണ്ടിട്ട്. അവനൊക്കെ വളർന്നു വന്ന് ഓരോ മണ്ഡലത്തിൽ നിന്ന് 25 തവണ ജയിക്കുക, എല്ലാവർക്കും വാരിക്കോരി കൊടുത്ത് മണ്ഡലത്തിലുള്ള ആൾക്കാരെ അവന്റെയൊക്കെ പാർശ്വവൃത്തികളായിട്ട് കീഴ്പ്പെടുത്തുക. പറവൂരിലെ ജനങ്ങളെ, നിങ്ങൾ തന്തയ്ക്ക് പറഞ്ഞവരാണെങ്കിൽ, ശരിയായ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചവരാണെങ്കിൽ ഈ സതീശന് ഒരോട്ട് പോലും ചെയ്യരുത്. അവനാണ് ഈ നാടിന്റെ ശാപം, അവനാണ് ഈ കോൺഗ്രസിന്റെ ശാപം, അവനാണ് ഈ കോൺഗ്രസിന്റെ ശാപം. അവനെ ഒറ്റപ്പെടുത്തുക. അവനെ നിങ്ങൾ വോട്ട് ചെയ്യരുതേ. കുറഞ്ഞ പക്ഷം അവനെയെങ്കിലും നിങ്ങൾ തോൽപ്പിച്ചാൽ കേരളം രക്ഷപ്പെടും. ഈ കൊച്ചു കുഞ്ഞുങ്ങൾ വളർന്നു വരും. കൊച്ചുമക്കളുടെ കാലശേഷം എന്നെ ആരന്വേഷിക്കും എന്ന ചിന്തയോടെ ജീവിക്കുന്ന ഈ ചിരഞ്ജീവികൾ, ഇവനൊന്നും ചാക്കാനയില്ലേ, ഇവനൊന്നും മരണമില്ലേ, മര്യാദയില്ലേ. ചർച്ചയെ കിടന്നുകൊണ്ട് ചാകാൻ പോകുന്ന ആൾക്കാർ പോലും ITV ന്യൂസിലേക്ക് വിളിക്കുക, എന്റെ സാറേ എന്തുവായി കാണുന്നത്, എന്റെ കൊച്ചുങ്ങളായിട്ട് ഈ കാണിക്കുന്ന പണി, അവരുടെ അന്ത്യ അഭിലാഷമാണെന്നെങ്കിലും മാനിച്ച് നീ ആ കൊച്ചിനെ എടുത്ത് മര്യാദയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട്. ഇല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്നത് എന്നാന്നറിയോ? അനുഭവിക്കാൻ പോകുന്നത് ഈ നാട്ടിലെ ജനങ്ങളെ നിത്യ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന പണിയാ. പിണറായി വിജയന് വീണ്ടും കയറി വരാനുള്ള അവസരം ഒരുക്കാൻ വേണ്ടി ഏജൻസി ചെയ്യുന്നവനാണ് ഈ സതീശൻ. ഈ സതീശൻ ചെയ്യുന്ന പണിയതാ. അവനെന്റെ കുഴപ്പം. ആന ചത്താലും മന്ദിരായാലും ജീവിച്ചാലും മന്ദിരായാലും 25 വർഷം കൊണ്ട് കടന്നു വന്നവർ കണ്ടവരെ എല്ലാം വെട്ടി നുറുക്കി തട്ടി നികത്തി അവനിങ്ങോട്ട് വന്നിരിക്കുക. AICCക്ക് പോലും ഇവനെ പേടിയാ. കാരണം ഏതെങ്കിലും അഭിഹിത മാർഗത്തിൽ കൂടെ അവരെ കുരുക്കിയിട്ടിരിക്കുക. ഇവനെതിരെ അവർ സംസാരിച്ചാൽ, ശബ്ദിച്ചാൽ അവരുടെ കഥ പോക്കാം, അവർ മാറും. അതുകൊണ്ട് ഇവരെ ആരെയും മാനിക്കണ്ട, AICCയെ നോക്കണ്ട, അവനെ നോക്കണ്ട. ഇന്ത്യയിലെ കേരളത്തിലെ ജനങ്ങൾ തീരുമാനം എടുക്കണം. ജനാധിപത്യത്തിൽ വോട്ടവകാശമുള്ള ജനങ്ങളുടെ ശക്തിയാണ് ഇവിടെ സത്യത്തിന് വേണ്ടി കുത്തേണ്ടത്. അല്ലാത്തത്തോളം കാലം ഇതിൽ നിന്ന് നമുക്ക് യാതൊരു മോക്ഷവും ഇല്ല. നമ്മളൊരു നേതാവിൻ്റെയും പുറകെ പോകണ്ട, അവൻ്റെയും പുറകെ പോകണ്ട. സത്യസന്ധമായിട്ട് ഇവനെയൊക്കെ ഒതുക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ വോട്ടവകാശം കൃത്യമായി വിനിയോഗിക്കണം. ഈ പ്രസ്ഥാനത്തിലെ കൊള്ളുകയില്ലാത്തവർക്ക് വോട്ട് ചെയ്യരുത്. എങ്കിലേ രാഹുലിനെ പോലുള്ള കൊച്ചു പിള്ളേർക്ക് രക്ഷയുണ്ടാവത്തുള്ളൂ. ഈ സതീശന്റെ തേൻകടി യാത്ര കാണുമ്പോൾ എന്താ തോന്നുന്നത്? അതുകൊണ്ട് UDF എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? അവനെ ചുമന്നോട് നടക്കുന്ന കുറെ ചുവട്ടുതൊഴിലാളികളെ കാണുന്നു, പാർശ്വവൃത്തികൾ. ഇവൻ 25 കൊല്ലം കൊണ്ട് പിണറായി വിജയന്റെ കയ്യിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് എല്ലാം കണ്ണമാനം കാശ് മേടിച്ച് അവന്റെ ഇഷ്ടം പോലുണ്ട്. അതെല്ലാം വാങ്ങി കോരി കൊടുക്കാവുന്നവർക്കെല്ലാം കൊടുത്ത് അവന്റെ ഇണക്കി നിർത്തിയിരിക്കുക, മാധ്യമങ്ങളെ ഉൾപ്പെടെ. ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്നൊരു വ്യഭിചാരം ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. വ്യഭിചാരം ചെയ്യരുത് മാധ്യമങ്ങൾ. മാധ്യമത്തിന് ഒരു എത്തിക്സ് ഉണ്ട്, ജേർണലിസത്തിന് ഒരു എത്തിക്സ് ഉണ്ട്. അത് വിട്ട് പെരുമാറുന്ന അവനൊക്കെ ഈ നാടിന്റെ ഇരുട്ട. ഞാൻ നിങ്ങളെ മാനിക്കുന്നു. നിങ്ങൾ വളരെ ഓവറായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, വളരെ ഓവറായിട്ട്. എത്ര സത്യസന്ധമായിട്ടാണ് നിങ്ങളുടെ ജീവൻ പോലും പണയം വെച്ച് ചെയ്യുന്നത് ഈ പരിപാടി. ഇതുപോലെയുള്ളവരാണ് എഴുന്നേറ്റ് വരേണ്ടത്. ഇതുപോലെയുള്ളവരാണ് ഈ നാടിന്റെ വെളിച്ചം. ഈ നാടിന് ഇരുട്ട് പകരാൻ ആര് ശ്രമിച്ചാലും അനുവദിക്കാതിരിക്കാൻ ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന ഒരു കരുത്താണ് നിങ്ങളുടെ കൈത്തിരി. ആ കൈത്തിരി വെളിച്ചം എന്ന് പറയുന്നതുണ്ടല്ലോ, ഈ ലോകത്തിന്റെ മുഴുവൻ പ്രകാശമാണ്. ഈ ലോകത്തിന്റെ മുഴുവൻ പ്രകാശമാണ്. നിങ്ങൾ അഹങ്കരിക്കാൻ വേണ്ടി പറയല്ല, അഹങ്കരിക്കുകയും ചെയ്യരുത്, വിട്ടുപോവുകയും ചെയ്യരുത്. സത്യത്തിന് വേണ്ടി നിലകൊള്ളണം. സത്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളണം. ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇരുട്ടിലാവും, നമ്മുടെ നാട് നശിച്ചു പോകും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഭവം എത്രയോ മഹാരഥന്മാർ സൃഷ്ടിച്ചു വെച്ച സംഭവമാണ്. മഹാത്മാഗാന്ധിയുടെ മുതൽ ഇങ്ങോട്ടുള്ള സത്യാഗ്രഹ പ്രസ്ഥാനം, സത്യം മാത്രം ആഗ്രഹിച്ചുള്ള പ്രസ്ഥാനം, നിസ്സഹകരണ പ്രസ്ഥാനം, അതിന്റെ വെളിച്ചമാണ് ഈ ലോകത്തിന് മാതൃകയാകേണ്ടത്. ലോകരാജ്യങ്ങൾ പോലും അത്ഭുതപ്പെട്ട സംഭവമാണ്. അതിന്റെ തലപ്പത്തല്ലേ ഒരു മണി ചെയിൻ തട്ടിപ്പുകാരൻ ഇന്ന് അതിനെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് കേരളത്തിൽ? ഒന്ന് ഓർത്തു നോക്കി അതിന്റെ ഗതികേട്. അതിന്റെ അവനെയൊക്കെ പൊക്കിക്കൊണ്ട് വന്ന് വാഴ്ത്തുന്നവരെ വേണം തൊഴിക്കാൻ. അവൻ ആരുമല്ല. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നതിന് കോൺഗ്രസിൽ ഇല്ല എന്ന് പറഞ്ഞില്ലേ അവൻ? കോൺഗ്രസിൽ ഇല്ല. കോൺഗ്രസിൽ ഇല്ലാത്തവനെ പറ്റി ഞങ്ങൾ എന്ത് തീരുമാനമെടുക്കാനെന്നല്ലേ ഇവൻ പറഞ്ഞത്? കാരണം ഇവനെ ഗർഭത്തിൽ വെച്ച് നശിപ്പിച്ച ആരാ? ഗർഭചിത്രം ചെയ്തത് സതീശനാ, അറിയാമോ?
വാസ്തവത്തിൽ ഗർഭചിത്രം ചെയ്ത സതീശന പൊളിറ്റിക്കൽ ഗർഭപാത്രത്തിൽ വെച്ച് ചുറുചുറുക്കുള്ള ഒരു ചോരക്കുഞ്ഞിനെ നശിപ്പിച്ചവൻ സതീശന. അതാണ് യഥാർത്ഥ ഗർഭചിത്രം. ഈ കേരളത്തിന്റെ ഗർഭചിത്രം അതാ. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചുറുചുറുക്കുള്ള ഒരു ചോരക്കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ വെച്ച് നശിപ്പിച്ച അവൻ സതീശന. നിങ്ങൾ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എന്റെ മനസ്സിലുണ്ട്. ഗർഭപാത്രത്തിൽ വെച്ച് അവനെ നശിപ്പിച്ചിരിക്കുക. പക്ഷേ ജീവന്റെ അംശം പോലും അതിനകത്ത് ബാക്കിയുണ്ട്. അത് ഉയർത്തെഴുന്നേറ്റ് വരും. നാടിന്റെ വെളിച്ചമായിട്ട് അവൻ വരും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.